ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിന്നൊക്കെ ലവ് ലെറ്റർ വരുന്ന കാലമാണ്. അതെ അതെ. ചേട്ടൻ്റെ നീട്ടക്കുറവാണ് എനിക്കിഷ്ടം. ആ റൂട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫാമിലിയൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ കല്യാണം കഴിപ്പിക്കുക അല്ലെ അങ്ങനെ ആലോചിക്കുന്ന ഒരു സാധനം എൻ്റെ ചിന്തയിലില്ല. ഒരു കോംപ്രമൈസും ഇല്ല. ഫുൾ റെസ്പോൺസിബിൾ ഫാദർ, റെസ്പോൺസിബിൾ ഹസ്ബൻഡ്. ഒരു കുടുംബം എങ്ങനെ ഉത്തരവാദിത്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഉത്തരവാദിത്വമായിട്ട് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. ഫാമിലിയിൽ ഇവരുടെ അടുത്ത മെമ്പേഴ്സ് പോലും ഭയങ്കരമായിട്ടുള്ള കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഫാമിലി, അതായത് ഇവരുടെ ഫാദറും മദറും ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കാലത്ത്, അതായത് 18 വർഷം മുമ്പ്, ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ദൈവം എൻ്റെ കൂടെ തന്നെ നിന്നു. ആദ്യത്തെ കുട്ടി നഷ്ടപ്പെട്ട ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത്രയും സക്സസ് ആയിരുന്നൊരു പ്രോഗ്രാമിനെ അങ്ങ് എന്താ പറയുക കൂവി തോപ്പിച്ച് കളഞ്ഞു എന്ന് പറയാറുണ്ട്. അവിടെ ഞങ്ങൾ അവസാനം പക്രുവിനെ ഇറക്കി. പക്ഷെ പക്രുവിനെ അവിടെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പക്രുവിനെ അവർ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മുകളോട് നോക്കി രണ്ട് കൈയും കൂപ്പൊന്നും എന്നുള്ളതല്ലാതെ അതിനൊന്നും ഒരു മറുപടി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് നന്നായിരിക്കണം എന്നർത്ഥം. കൂടത്തെ ഒന്ന് ചതിക്കരുത്. എന്നെ കുറിച്ചിട്ടൊരു ഇമേജ് സിദ്ദിഖ് സാറ് വിജയ് സാറിന് കൊടുത്തിട്ടുണ്ടാവണം. ഷോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്യാരവാനിലേക്ക് പോകേണ്ട അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയേണ്ട കാര്യമില്ല. എനിക്കൊന്ന് വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് സൂര്യ സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ 7ാം അറിവ് എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ ഏതാണ്ട് 1 വർഷത്തോളം ഏതാണ്ട് പല ഷെഡ്യൂളുകളായിട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ സാലറി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം, കാരണം ഇങ്ങനെ ഒരു നല്ലൊരു കഥയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ആ സിനിമ ഉണ്ടാകുന്നത്. ശരീരം ഈ പറഞ്ഞ പോലെ തന്നെ കിടക്കുന്നവരായിക്കോട്ടെ, മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിനെ നിങ്ങൾക്ക് ആ ഒരു മനോധൈര്യത്തിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇവർ വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നില്ല, നമ്മൾ അവർക്കൊപ്പം പോകണം. ഈ സുഹൃത്തുക്കളുടെ കാര്യം പറയുമ്പോൾ ജയസൂര്യ കോട്ടയം നസീറിൻ്റെ സമിതിയിലുള്ള സമയത്താണ്, കൊച്ചിൻ ഡിസ്കവറിയിലുള്ള സമയത്ത് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ശരിക്കും എന്താ പറയുക, അത് ഏത് വർഷമാണ്, ഏത് കാലമാണത് സമയം? എനിക്ക് തോന്നുന്നത് 97, 2000-ൻ്റെയൊക്കെ ആ ഒരു സമയം, ജോക്കറിന് മുമ്പായിട്ടൊക്കെ ആയിട്ട് വരും. ഏതാണ്ട് ഞങ്ങൾ ഒന്നിച്ചൊരു 1-2 വർഷക്കാലം കോട്ടയം നസീർക്കയുടെ ട്രൂപ്പിൽ, കൊച്ചിൻ ഡിസ്കവറി എന്ന് പറഞ്ഞ ട്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്കൊരു സഹായത്തിന് നമ്മൾ കമ്പനി അടിക്കുമല്ലോ, സുഹൃത്തുക്കൾ ആരെങ്കിലും നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഉണ്ടാവും. അപ്പോൾ ആ ട്രൂപ്പിലെ ഏറ്റവും ജൂനിയർ ജയസൂര്യയാണ്. പക്ഷേ അപ്പോൾ ഭയങ്കര പാഷനുമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ജയൻ വന്നിട്ട് ആകെ 2 ആർട്ടിസ്റ്റുകളെ ജയൻ അനുകരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്യാൻ അവിടെ ഉള്ളത് കൊണ്ട് വളരെ കുറവാണ് പുള്ളിയുടെ പെർഫോമൻസ് സംഭവങ്ങളൊക്കെ. എന്നാൽ പോലും ആ സംഗതി ചെയ്യാൻ വേണ്ടി വരുമ്പോഴും ഇടയ്ക്ക് വന്നിട്ട് അത് അനുകരിച്ച് കാണിക്കും. കറക്റ്റാണോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ നസീർക്ക ചെയ്യുന്നതും മറ്റ് കലാകാരന്മാർ ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കും. എന്നിട്ട് പുള്ളി അത് വേറെ പ്രോഗ്രാമിലൊക്കെ ഒറ്റയ്ക്കൊക്കെ ഉള്ള പരിപാടികളിൽ പോയി അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കും. നസീർക്ക് അന്ന് ചെയ്തുകൊണ്ടിരുന്ന വൺ മാൻ ഷോ പാട്ടും പരിപാടിയും അന്തിക്കടപ്പുറത്തും ഒക്കെ ജയസൂര്യ വൺ മാൻ ഷോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പുള്ളിക്ക് അവിടെ ട്രൂപ്പിൽ അവസരം കുറവാണെങ്കിലും ഇവിടെ നമ്മൾ ചെയ്യുന്ന പല സംഭവങ്ങളും പുള്ളി പലയിടത്തും പോയിട്ട് അതിഗംഭീരമായിട്ട് ചെയ്ത് കൈയടി മേടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ സ്പേസ് കുറവ്, പിന്നെ അന്ന് ഫുഡ് ബാറ്റയൊക്കെയാണ് ഞങ്ങൾക്ക്. ഇത്ര രൂപ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് ബാറ്റയൊക്കെ ഉണ്ടാവുള്ളൂ, അതിൽ വേണം നമ്മൾ ഒരു ദിവസം കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഭയങ്കര രസമാണ്, ചിരിച്ച് ചാവുന്ന ഒരുപാട് ആ യാത്രകളും ഓർമ്മകളും. ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിലെ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കേണ്ടാത്ത കുറേ നല്ല മുഹൂർത്തങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ, അതായത് പരിപാടികളിൽ ഉണ്ടാകുന്ന അബദ്ധം വേറെ, പിന്നെ വണ്ടിക്കകത്തുണ്ടാകുന്ന അബദ്ധങ്ങൾ വേറെ, പിന്നെ അല്ലാതെ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഫണ്ണ് അത് വേറെയുണ്ട്. അപ്പം പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെയാണ് എന്നെ സഹായിക്കുന്നതും സ്റ്റേജിനോ അല്ലെങ്കിൽ ബസ്സിനകത്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഒക്കെ ജയസൂര്യക്ക് അന്നേ ഉണ്ട്. അപ്പോൾ ഈ നസീർക്ക പറഞ്ഞിട്ടുണ്ട് ഒരു തവണ, ഇവൻ രക്ഷപ്പെടും കേട്ടോ, കാരണം പലപ്പോഴും മാറ്റാൻ നോക്കിയിട്ടും മാറത്തില്ല. അത് ഭയങ്കരമായിട്ട് പുള്ളിക്ക് ആ ഒരു എന്താ പറയുന്നത്, ഇതിനോടുള്ളൊരു പാഷൻ ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നസീർക്കയുടെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു പക്രോട്. അതായത് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്ത സാധനങ്ങൾ ഏക്കാതെ വരികയോ പൊളിയും എന്ന് തോന്നിയാൽ അടുത്ത് നമ്മൾ ഇറക്കാൻ പോകുന്നത് പക്രുവിനെ ആയിരിക്കും. അപ്പൊ പക്രുവിനെ കാണുമ്പോഴത്തേക്കിന് ആൾക്കാര് അല്ല പ്രേക്ഷകർ ഒന്ന് ഒതുങ്ങും. പിന്നെ പക്രുവിൻ്റെതായിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ട്, ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനത്തെ കുറെ സാധനങ്ങൾ, പിന്നെ അയാളുടേതായിട്ടുള്ള മാത്രം കുറച്ച്
മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ കുറേയൊക്കെ അന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അത് ആവശ്യമായിരുന്നു. അതായത് ഈ സ്റ്റേജിലെ ഇത് ഇടയ്ക്ക് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ ബലിയാട്. അതെ, എല്ലാ സ്ഥലത്തും അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, നന്നായി പോയിട്ടുണ്ട്. അന്ന് നടന്ന് ഇന്ന് നടക്കൂല. ഇന്ന് നമ്മൾ എന്ന് നിന്നാലും വിടറാവരെന്ന് പറയും. ഇതിൻ്റെ കാര്യം പറയാം, വേറൊന്നുമല്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നസീർക്ക ലേറ്റായി വരും. അന്നും പുള്ളിക്കാരൻ ഇടയ്ക്ക് സിനിമയൊക്കെ ചെയ്യും. ഒരു പോക്ക് പോയിട്ട് ചിലപ്പോൾ സിനിമാ ലൊക്കേഷൻ ഒന്നും ഇന്നത്തെ പോലെ ഒന്നും പറഞ്ഞു വരെ നടക്കില്ല. ചില സമയങ്ങളിൽ ഓടിയെത്തണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഓഡിയൻസിനോട് പോയി സംസാരിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരിരിക്കും കേൾക്കും. കാരണം ഞാൻ വന്ന് നിൽക്കുന്നതുകൊണ്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഈ നമ്മുടെ ഐറ്റംസും നമ്മളെ വന്ന് കാണുമ്പോൾ തന്നെ ഓഡിയൻസിനൊരു അത്യാവശ്യം ഒരു ഇതുണ്ട്. ചെറിയ 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 തമാശകൾക്കും വലിയ ചിരി ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം ഞാൻ പറയുകയാണെങ്കിൽ നസീർക്കയുടെ ഒരു പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മിമിക്രിക്കാരനാണ്. ഇപ്പോഴും തൃപ്തി. ആര് ചെയ്താലും ഈ ഞങ്ങളുടെ മിമിക്രിയിൽ കലാകാരന്മാരെ തന്നെ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞാലും അന്ന് തൊട്ട് നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഇപ്പോൾ കണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ മിമിക്രി ആയതുകൊണ്ടാണ് സിനിമാ താരങ്ങളെ ഇപ്പോഴും അനുകരിക്കുന്നതിനകത്തുള്ളൊരു പെർഫെക്ഷൻ. അത് രൂപവും ഭാവവും, അതായത് മിമിക്രി മാത്രമല്ല, അതിലേക്ക് ആ ഫിഗറും കൂടെ വരും. അത് നസീർക്ക വേറെ ലെവല് തന്നെയാണ്. നസീർക്കയുടെ ഒരു ബിറ്റ് കൂടെ കണ്ടിട്ട് നമുക്ക് തുടരാം. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് തൃക്കരിപ്പൂർ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയം. അപ്പോൾ ഒരേ വേദിയിൽ തന്നെ ഒന്നിടവിട്ട് 2 ദിവസം എൻ്റെ പ്രോഗ്രാം തന്നെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ബുക്ക് ചെയ്ത സമയത്ത് നമുക്കറിയില്ലായിരുന്നു. ഇപ്പോൾ 2ാമത് നടക്കേണ്ട പ്രോഗ്രാമിൻ്റെ സംഘാടകരാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും സക്സസ് ആയിരുന്നൊരു പ്രോഗ്രാമിനെ അങ്ങ് എന്താ പറയുക, കൂവി തോപ്പിച്ച് കളഞ്ഞു എന്ന് പറയാമല്ലോ. അവിടെ ഞങ്ങൾ അവസാനം പക്രുവിനെ ഇറക്കി. പക്ഷെ പക്രുവിനെ അവിടെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പക്രുവിനെ അവിടെ മാത്രമാണ് നമ്മൾ പക്രുവിനെ മുമ്പിൽ നിർത്തിയിട്ട് പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാതായിപ്പോയത്. ഞങ്ങളുടെ മറക്കാത്ത ഒരു സ്റ്റേജ് അതായിരുന്നു. അങ്ങനെയുള്ള ചില സംഭവങ്ങളും ഉണ്ടാവും. പിന്നില്ലേ, അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, പർപ്പസ്ഫുള്ളി പൊളിക്കണമെന്ന് വെച്ച് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത് കണ്ട് അതിനെ ആസ്വദിച്ച് അങ്ങനെയാണ്. ഇതിനകത്ത് ഇപ്പം നസീർക്ക് ഇപ്പോൾ ഈ തുറുപ്പ് ചീട്ടാണ്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ തുറുപ്പ് ചീട്ട് പണയം വെക്കേണ്ടി വരുന്ന അവസ്ഥ വരും. കാരണം അത് ആ അവസ്ഥ അനുസരിച്ചിരിക്കും. കാരണം അത് ഒരു ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വയലൻ്റ് ആയിട്ടിരിക്കുന്ന ഓഡിയൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സംഘാടകർ, കലാകാരന്മാർക്കെതിരായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ചിരിപ്പിക്കുന്ന പരിപാടിയല്ലേ, ഒരു ഗാനമേളയോ നാടകമോ ഒന്നുമല്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ചെയ്യുന്നതല്ലല്ലോ. ഒരു കലാകാരൻ ഈ പറഞ്ഞ പോലെ മിമിക്സിന് അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ആസ്വദിക്കാനുള്ള മനോഭാവത്തോടു കൂടി മുന്നിൽ വന്നിരുന്നാലേ കാര്യമുള്ളൂ. ഇതിനെ ഒരു വിമർശന ബുദ്ധിയോടുകൂടിയോ അല്ലെങ്കിൽ എന്നാൽ നീയൊക്കെ ഒന്ന് തമാശ പറ, ഞങ്ങളൊന്ന് ചിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരുന്നാൽ വലിയ പാടാ. അയ്യോ, ഭൂമി വളർന്ന് താഴോട്ട് പോയാലോ എന്ന് വരെ ആലോചിക്കുന്ന കാര്യം വരും. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് പലയിടത്തും പല പല ഇതിൽ. ഇപ്പോൾ വലിയ ഒരു ഇപ്പോഴുള്ള കലാകാരന്മാർക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസ് വന്നു, അത് ഒരാൾ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറലായി. പിന്നെ ഇവൻ ഈ പരിപാടിയും കൊണ്ട് എവിടെ ചെന്നാലും ഏക്കില്ല എന്നുള്ളതല്ല, അവിടെ ഓഡിയൻസിന് ഇങ്ങോട്ട് പറയും, തിരിച്ചു പറയും, ഐറ്റംസ് തിരിച്ചിങ്ങോട്ട് പറയുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്തെ ഞങ്ങളെക്കാളും മിടുമിടുക്കന്മാരെന്നുള്ള ആൾക്കാർ. കാരണം ഓരോ എപ്പിസോഡിലും സ്കിറ്റുകൾ ഉണ്ടായിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. അവരംഗീകരിക്കേണ്ട കലാകാരന്മാർ തന്നെ. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴുള്ള കലാകാരന്മാരോട് നേരത്തെ ഉള്ളവരെക്കാൾ ഭയങ്കര ബഹുമാനം. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴും ഒരിക്കലും ഇവരെ വിമർശിച്ച് അല്ലെ ഇവരെ ഇഴകീറി പൊളിക്കലൊന്നുമില്ല. കാരണം നമ്മളവിടെ ഇരിക്കുമ്പോഴും നമുക്ക് കൃത്യമായിട്ടറിയാം നമ്മളെക്കാൾ എത്രയോ മികവും എന്താ പറയുന്നത് പരിശ്രമശാലികളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ അവർ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ന്യൂസ് ചാനൽ കാണുമ്പോൾ ചിരിക്കുന്ന കാലമായത് 2 ചർച്ച കാണുമ്പോൾ. കാരണം അത്രയും ജനങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചർച്ച കാണുമ്പോൾ ഒരു വിഷയത്തെ പറ്റിയിട്ട് 2 പേര് പറയുമ്പോൾ അപാര ചിരിക്കുള്ള വകുപ്പ് കിടക്കുക. ആ സമയത്താണ് ഇവർ ഈ സ്കിറ്റൊക്കെ ഉണ്ടാക്കി നൈറ്റിയൊക്കെ ഇട്ട് വന്നിട്ട് എടാ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് മികവല്ലേ. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും, നിങ്ങൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കി ചിരിക്കുന്നതാണോ? ഒരിക്കലും അല്ല.
ഞങ്ങൾ മതിമറന്ന് ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ കുറേയൊക്കെ നമ്മൾ അവിടെ നിന്ന് ചിരിച്ചു പോകുന്നത് തന്നെയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടും അറിയാം, ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറയാം. ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നത്, തീർച്ചയായും. അല്ല ഒരിക്കലും വിമർശിക്കാൻ വേണ്ടിയല്ല. വിമർശിക്കാനും അത് ജഡ്ജ് ചെയ്യാനും ആണെങ്കിൽ നമുക്ക് ചിരി വരില്ല. ശരി, അതിൻ്റെ തെറ്റുകുറ്റങ്ങളെ നമ്മൾ പെട്ടെന്ന് പിടിക്കുകയുള്ളൂ. നസീർക്കയ്ക്ക് ഒരു ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പം ശാരീരികമായിട്ടും കഴിവ് കൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല രീതിയിലും എല്ലാം തികഞ്ഞ ആൾക്കാർ പോലും വളരെ ചെറിയ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു, അല്ലെങ്കിൽ ഒന്നുമല്ല, എനിക്ക് സക്സസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഈ ഒരു തൻ്റെ പരിമിതികൾ കൊണ്ട് മറികടന്നൊരു കലാകാരനാണ്. കാര്യം എനിക്ക് പോലും എത്താൻ പറ്റാത്ത ലെവലിലേക്ക് ഒരു ഗിന്നസിൽ വരെ എത്തിയ ഒരു കലാകാരനാണ് ഫക്രു. എനിക്ക് ഫക്രുവിനോട് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്, എങ്ങനെയാണ് ഇങ്ങനെയൊരു മനോധൈര്യം കിട്ടിയത്? അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റും ഫക്രുവിനെ പോലെ ഒരാൾ ചെറുപ്പകാലം തൊട്ട് എന്തോരം മറ്റുള്ളവരുടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും പല പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ഏതെല്ലാം രീതിയിലുള്ള കമൻറ്റുകൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഫക്രു എങ്ങനെയാണ് ഈ ഒരു ഉയരത്തിലേക്ക് എത്തിയത് എന്നാണ് എനിക്കറിയാവുന്നത്. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എങ്ങനെ നേരിട്ടു എന്നാണ് ചോദ്യവും. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ദൈവാനുഗ്രഹം ഇങ്ങനെ എവിടെയോ ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും ഒരു ചെറിയൊരു വിഷമം തോന്നുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി നമുക്കൊരു സന്തോഷമായിട്ട് മുന്നോട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സന്തോഷത്തിന് നടുക്കായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഈ നമ്മൾ ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു മനസ്സോടു കൂടിയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് ജനിക്കുന്നത്. പിന്നീട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, സന്തോഷം കണ്ടെത്താനുള്ള ഇടത്തിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ ഞാൻ ചെന്നിരിക്കുന്നിടത്തൊരു സന്തോഷം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും മരണവീടുകളിലെല്ലാം പോകാനായിട്ടൊരു വിമുഖതയുള്ള ഒരാളാണ്. എല്ലാം കഴിഞ്ഞ് അവരൊന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴവിടെ പോയി ഇരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം അതെന്തോ അതിപ്പോൾ കുട്ടിക്കാലം തൊട്ടേ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ ഒരു കാര്യത്തിലും ബലഹീനതപ്പെടുത്താൻ, അതായത് നമുക്ക് ആ മനോബലം കുറയ്ക്കാൻ ഞാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏരിയയിലേക്ക് കഴിയുന്നതും പോവാതിരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നിന്നിട്ടുള്ള, ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സൗഹൃദങ്ങൾ, കൂട്ടുകാർ, അവരുടെ ഒരു ആക്സെപ്റ്റൻസ് വളരെ വലുതാണ്. അത് കുട്ടിക്കാലം തൊട്ടേ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നില്ല. ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഒരു അവസ്ഥയെപ്പറ്റിയും ഇൻഹിബിഷനും അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കാനൊക്കെ പറ്റുന്ന കാര്യങ്ങൾ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്നുള്ളത് അവർ മറന്നു പോകുമെന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങേക്ക് അത് ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അല്ല, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു ഉയരം കുറഞ്ഞ ആളോടാണെന്നുള്ളതോ അല്ല, അങ്ങനത്തെ ഒരു സംഗതിയില്ല. അതറിയാതെ സംഭവിക്കുന്നതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കി രണ്ട് കൈയും കൂപ്പൊന്നും എന്നുള്ളതല്ലാതെ അതിനൊന്നും ഒരു മറുപടി ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സാഹചര്യങ്ങളും പിന്നെ നമ്മൾ എടുക്കുന്ന ചില നിലപാടുകളും ഉണ്ട്. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും, സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ അവർ നമ്മളോട് പറയുമ്പോൾ നമ്മളത് ചെയ്യുന്ന കാര്യമുണ്ട്. അപ്പം ഇതെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ കുടുംബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കാം. നമ്മുടെ പ്രാരാബ്ദങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. എന്നതുകൊണ്ട് എപ്പോഴും ഞാൻ സക്സസ് ആയിട്ടിരിക്കുന്ന ഒരാളാണെന്നും സക്സസ്ഫുൾ ആണെന്നും ഒന്നും ഒരു തോന്നലും എനിക്കില്ല. ഇനിയും സക്സസ് ആവണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പരിമിതികൾ, ഇപ്പോൾ ടിനി പറഞ്ഞ പോലെ തന്നെ എൻ്റെ പരിമിതികൾ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനെ ഞാനിങ്ങനെ ഓവർകം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അറിഞ്ഞൂടാത്ത അത്രേ ഉള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് അതെങ്ങനെ അങ്ങ് സംഭവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കൈകൾ പിടിച്ച് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ആ ആക്സെപ്റ്റൻസ് ചിലപ്പോൾ ഒരു പക്ഷേ ഞാനെന്ന വ്യക്തി അവരോട് ചേർന്നപ്പോൾ ഉണ്ടായ ആ ഒരു സൗഹൃദത്തിൽ നിന്ന് ഉണ്ടായതായിരിക്കും. എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പ് നന്നായിരിക്കണം എന്നർത്ഥം. കൂടെ നിന്ന് ചതിക്കരുത്, ഒപ്പം ഉണ്ടാവണം, സൗഹൃദമായിട്ട് തന്നെ നിന്നിട്ട്. അവനൊരു പ്രശ്നം വന്നാൽ അവൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് നമ്മൾ ആലോചിച്ച് അവൻ എന്ത് ചെയ്യാൻ പറ്റും. തിരിച്ചതുപോലെ എനിക്കൊരു വിഷയം വന്നാലും
അങ്ങനെ പറയാൻ കുറേ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കാര്യം അത്. തീർച്ചയായിട്ടും. ഡിഷൂമിനാണ് സത്യത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് കിട്ടുന്നത്. പക്ഷേ ഈ കാവലിൽ അഭിനയിക്കുന്ന സമയത്ത് വിജയിയെ പോയി കാണുമ്പോൾ വിജയുടെ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടു. വിജയെക്കുറിച്ച് പലരും പറയാറുണ്ട്, അതായത് അത്രയും മനുഷ്യനെ മാനിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് വിജയ് പല അവസരങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ആ ബിഹേവിയർ ഒന്ന് ഓർക്കാം? ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അദ്ദേഹത്തുനിന്ന് അങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ ഞാൻ വാചാലനായിട്ടുണ്ട് പലയിടത്തും. കാരണം ഒരു കട്ട വിജയ് ഫാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫാൻ, അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓറയുണ്ട് അദ്ദേഹത്തിൻ്റെ. വളരെ സാധുവായിട്ട് ഇങ്ങനെ ഇത്രയും ഒരു ആളുകൾ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണോ നമ്മുടെ മുന്നിലിരിക്കുന്നതെന്നൊരു സംഭവം ഇല്ല അദ്ദേഹത്തിൽ. അദ്ദേഹം എന്നോട് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഇതിലിരിക്കുന്നതിൽ വിഷമമില്ലേ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട അങ്ങനെ എന്നുള്ള ആ ഒരു സാധനമുണ്ട്. അത് പുള്ളി നമ്മളിലേക്ക് തരുക. പിന്നെ അതുപോലെ തന്നെ ഷോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്യാരവാനിലേക്ക് പോകേണ്ട അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് എൻ്റെ ടേസ്റ്റുകൾ, ഞാനെങ്ങനെ വന്നത്, യൂണിവേഴ്സിറ്റി മത്സരങ്ങളെപ്പറ്റി, സിനിമകളെപ്പറ്റി, കേരളത്തിലെ സിനിമകളെപ്പറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ ചോദിക്കലും. അതുപോലെ തന്നെ അതെനിക്ക് തോന്നുന്നത് എന്നെക്കുറിച്ചിട്ടൊരു ഇമേജ് സിദ്ദിഖ് സാറ് വിജയ് സാറിന് കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും ഒരു എന്താ പറയുക, ഒരു ബ്രദറിനോടുള്ള പോലെ ഉള്ളൊരു കെയർ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ സോഫ്റ്റാണ്. അത് ഓരോ സമയത്തും അദ്ദേഹം അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഈ എന്താ പറയുക, ആലോചിക്കുകയും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഒരുപാട് ആലോചിച്ചിട്ടൊക്കെയാണ് പുള്ളി പറയുന്നത്. എൻ്റെ അടുത്ത് പോലും അത്ര ഞാൻ ആലോചിക്കും, എന്നോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യമുണ്ടോ, അത് അത്ര എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ചോദിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാണിച്ചപ്പോൾ പുള്ളി ഭയങ്കര ചിരിയാ. അങ്ങനെ 2-3 ഷോട്ടുകൾ വീണ്ടും റീടേക്ക് എടുക്കേണ്ടി വന്നു. അത് ഈ മറ്റേ ഒരു സീക്വൻസിൽ ബോഡി ഗാർഡ് എണ്ണീറ്റ് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് ചിരിച്ചുകൊണ്ടേ ഇരുന്നിട്ട് ചിരി ഞാൻ നിർത്തുന്നില്ല. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഒന്ന് അമർത്തിയിട്ട് നടന്നു പോകുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. അതെൻ്റെ ചിരി കണ്ടിട്ട് പുള്ളി ചിരിച്ചു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് സപ്പോർട്ട് ചെയ്തിട്ട്. ദേഷ്യമൊന്നും വരില്ല പുള്ളിക്ക്? ദേഷ്യമൊന്നുമില്ല, ദേഷ്യത്തിൻ്റെ അല്ല. ഞാൻ ഈ സിദ്ദിഖ് സാറിൻ്റെ ഒക്കെ അടുത്ത് അദ്ദേഹം വന്നിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ഡയറക്ടറെ എങ്ങനെ എന്താ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണ്. അതേപോലെ സൂര്യൻ കാണാൻ പറ്റിയിട്ടുണ്ടല്ലോ. സൂര്യയുടെയും എങ്ങനെയായിരുന്നു ബിഹേവിയർ ഒക്കെ? വളരെ നല്ല ബിഹേവിയർ ആയിരുന്നു. കാരണം ഇപ്പോൾ ഈ പറഞ്ഞാൽ തന്നെ എനിക്കൊന്ന് വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിച്ചത് സൂര്യ സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ 7ാം അറിവ് എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ ഏതാണ്ട് 1 വർഷത്തോളം ഏതാണ്ട് പല ഷെഡ്യൂളുകളായിട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള പ്രയത്നശാലിയാണ്. കഥാപാത്രത്തോടൊരു നീതി പുലർത്തുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ സിനിമയിൽ ഒരു സർക്കസുകാരനാണല്ലോ. അപ്പോൾ ഈ ഷോട്ടില്ലാത്ത സമയത്ത് മാറി നിന്ന് ജഗ്ലിങ് പ്രാക്ടീസ് ചെയ്യുക, ബൾട്ടി അടിക്കുക, അതുപോലുള്ള പല നമ്പേഴ്സും അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുക. അതൊന്നും അത്രത്തോളം ഫുള്ളായിട്ട് ആ സിനിമയെ വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ അല്ല എടുത്തു വെച്ചിട്ടുണ്ട്. അത് ക്രെഡിറ്റ് ചെയ്ത് പോയതായിരിക്കാം. കുറേ സീക്വൻസ് സർക്കസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്, അതൊക്കെ പോയതാണ്. പക്ഷേ ഇത് പഠിക്കാൻ അദ്ദേഹം എടുക്കുന്ന എഫർട്ട് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ മുരുകദോസ് സാറിൻ്റെ ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്പർ ഓഫ് ടേക്സ് കൂടുതലായിരിക്കും. അതിനകത്തൊരു റോളർ കോസ്റ്റർ സീക്വൻസ് ഉണ്ട്, ഇങ്ങനെ കയറിയിട്ട് കറങ്ങി വരുന്നതൊക്കെ. അത് ഏതാണ്ട് പല ടേക്കായപ്പോൾ ഇദ്ദേഹം മാറി എന്ന് ഛർദ്ദിക്കുന്നത് ഞാൻ കണ്ടു. കാരണം ഒരു റൗണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പണി തീരും. അപ്പോൾ അത് പല തരത്തിൽ ഷോട്ട്സ് എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ വരും. അത്രയും കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് എന്നെ എടുത്തിട്ട് ഇറങ്ങണം. അപ്പോൾ അത് ഞാൻ ഇറങ്ങാൻ എനിക്ക് വയ്യ, ബുദ്ധിമുട്ടുള്ളപ്പോൾ തന്നെ അതെന്താ ഞാൻ എടുത്തിട്ട് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെയാണ് താല്പര്യപ്പെട്ട് അതെടുത്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പിന്നെ റിഹേഴ്സൽ വന്നപ്പോൾ എന്നെ എടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്നെ എടുക്കണ്ട സാർ, ടേക്കിലെടുത്തു. അന്നേരം അദ്ദേഹം പറഞ്ഞു അത് വേണ്ട, അത് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് പുള്ളി തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അതാണ് ഒരു ലെജൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇതാണത്. കുടുംബത്തെക്കുറിച്ച് ചോദിക്കാൻ ഞാൻ കുറച്ച് വൈകുന്നുണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് വർക്കുകളുണ്ട്, ഇനിയും സംസാരിക്കാം. പക്ഷേ ഇടയ്ക്ക് കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ, ഈ കല്യാണം കഴിക്കാൻ ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നത് ഒരു കഥയാണ്. അത് ഞാൻ കേട്ടിട്ടുള്ളത്, ആരോടൊക്കെ പറഞ്ഞു വിടുന്നുണ്ട് ഇങ്ങനൊരു കുട്ടിയെ വേണം, അതും അമ്മയുടെ നിർബന്ധമായി പറഞ്ഞു വിട്ടാലോ. ഒരു യാത്രയിൽ അമ്മയുടെ ഒരു മറ്റേ നമ്മുടെ അടുത്ത് താമസിക്കുന്നൊരു ചേച്ചിയുണ്ട്, അവരോട് പറഞ്ഞു ഇങ്ങനെ പെണ്ണ് നോക്കുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി എല്ലാം കഴിഞ്ഞു, പെങ്ങന്മാരെയൊക്കെ അയച്ചു, വീടൊക്കെ വെച്ചു, ഇനി അവനൊരു പെൺകുട്ടിയെ നോക്കണം എന്നൊക്കെ പറയില്ല. ഈ സിനിമയുടെ ഡ്രാമയിലെ
സ്ഥിരം ക്ലീശ അമ്മമാരുടെ ഡയലോഗ് ഉണ്ടല്ലോ, ഇനി അവൻ ഒരു കുട്ടിയെ അത് വണ്ടി ഇരുന്ന് പറയുന്നു. അവർ പോയിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറയുന്നു, ഈ പെൺകുട്ടിക്ക് വേണ്ടിയൊന്നും അല്ല പറയുന്നു, അവർ ഇവരുടെ ബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അവിടെ അവതരിപ്പിക്കുന്നു. അതവിടെ ഒരു തമാശ പോലെ അവിടെ ആദ്യം വീഴുന്നു അവരുടെ വീട്ടിൽ, എല്ലാവരും ചിരിക്കുന്നു. ആ തമാശയുടെ ചിരിയിൽ നിന്ന് ചെറുതായിട്ട് കാര്യങ്ങൾ സീരിയസ് ആയി തുടങ്ങുന്നു. ആ ചിരിയാണോ എനിക്ക് എന്താണ് കാരണം എന്നറിയുന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കൊരാൾ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ പവർ കൊണ്ടാണോ എന്ന് അറിയില്ല. എനിക്ക് അന്ന് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ പഠിച്ചിട്ട് വന്ന് നിന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോഴാണ് നടക്കുന്നത് കല്യാണം. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിന്നിട്ട് റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുക പുള്ളിക്കാരി. ആ സമയത്താണ് തമാശ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ പുള്ളിക്കാരി സീരിയസ് ആയിട്ടാണെന്ന് അവതരിപ്പിച്ചു. അന്നേരത്തേക്കിനെ ഇവരെല്ലാവരും വളരെ എതിർപ്പുകളും പല പല കാര്യങ്ങളും അത് ആലോചിച്ച് പറയണം എന്നൊക്കെയുള്ള രീതിയിലേക്കായി. പിന്നെ ഇതിനകത്ത് പ്രധാന തീരുമാനമെടുക്കുന്ന ചിലർ പറഞ്ഞു, ഇത് തമാശ കളിക്കുന്ന കാര്യമില്ല, അത് അറിയപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് എന്തെങ്കിലും തീരുമാനിക്കുകയാണെങ്കിൽ അത് അങ്ങനെയൊക്കെയുള്ള സീരിയസ് ആയിട്ടുള്ള രീതിയിലേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു അതല്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ട്. അങ്ങനെ പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ഇതിനനുസരിച്ച് അവരെല്ലാവരും സമ്മതിക്കുകയാണ് ഫാമിലി. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെൺകുട്ടി ഇങ്ങനെ ഉണ്ടെന്ന് ഇവർ വിളിക്കുക. ഇവർ പിന്നീട് അടുത്ത യാത്രയിൽ ഇവർ വന്നിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോയൊക്കെ കാണിച്ചു. അപ്പം ഞാൻ ഈ അന്നേരം നമ്മൾ ഈ എന്താ പറയുന്ന അറേഞ്ച്ഡ് മാരേജിന് ഭയങ്കര എതിരല്ല, ജീവിതത്തിൽ എൻ്റെ അങ്ങനെ സംഭവിക്കുകയില്ല. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിന്നൊക്കെ ലവ് ലെറ്റർ വരുന്ന കാലമാണ്. ചേട്ടൻ്റെ നീട്ടക്കുറവാണ് എനിക്കിഷ്ടം. ആ റൂട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫാമിലിയൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ കല്യാണം കഴിപ്പിക്കുക അല്ലെ അങ്ങനെ ആലോചിക്കുന്ന ഒരു സാധനം എൻ്റെ ചിന്തയിലില്ല. അപ്പം ഞാനിത് ശരിയാണോ സത്യമാണോ എന്നറിയാൻ ആദ്യം വീട്ടുകാരെ വിട്ടത്. വീട്ടുകാർ പോയി വീടും ഒക്കെ കണ്ട് ഇവരോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് എന്നെപ്പറ്റി ചില ധാരണകളൊക്കെ കൊടുത്തു. പെങ്ങന്മാരും അളിയനൊക്കെ ഉണ്ട്, അളിയനൊക്കെ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ സീരിയസ് ആണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. അവർ വന്ന് പോസിറ്റീവായിട്ട് അങ്ങനെയല്ല, ഇത് കാര്യമാണ്, നല്ല കുട്ടിയാണ്, നല്ല കുടുംബമൊക്കെയാണ്, ഒന്ന് പോയിട്ട് കണ്ടിട്ട് താല്പര്യമാണെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെന്ന് ഏതാണ്ട് എൻ്റെ 2 മണിക്കൂർ ഇൻ്റർവ്യൂ ആയിരുന്നു. അതിനെ പറ്റിയിട്ട് ഇപ്പോഴും വൈഫ് പറയും, പറഞ്ഞതിലൊന്നും ഒരു കാര്യമില്ലെന്ന്. കാരണം ഞാൻ പറഞ്ഞത് മുഴുവൻ എൻ്റെ നെഗറ്റീവ്സ് ആയിരുന്നു, അതിലൊന്നും ഒരു കാര്യമില്ലായിരുന്നു. അവളുടെ 2 മണിക്കൂർ സമയം ഞാൻ കളഞ്ഞു. അല്ല, ഈ ദേഷ്യപ്പെടില്ലേ വീട്ടില്? ദേഷ്യപ്പെടും, പിന്നെ സംശയം എന്താ, മകളെ ഒന്ന് നോക്കുകയുള്ളൂ, ദേഷ്യമായിട്ടൊന്നുമല്ല, ഒന്ന് നോക്കും. ഈ ചില കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിലെ ചില ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ കാണുകയും തമാശയായിട്ടും അങ്ങനത്തെ കോമഡി രീതിയിലൊക്കെ കാണുമെന്ന് പറഞ്ഞാലും അവരവരുടെ കുടുംബത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാനും. ഒരിടത്തും ഒരു കോംപ്രമൈസും ഇല്ല, ഒന്നുമില്ല. ഫുൾ റെസ്പോൺസിബിൾ ഫാദർ, റെസ്പോൺസിബിൾ ഹസ്ബൻഡ്. ഒരു കുടുംബം എങ്ങനെ ഉത്തരവാദിത്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഉത്തരവാദിത്വമായിട്ട് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അതിനകത്ത് അവിടെ നിന്ന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പറഞ്ഞവരോട് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഭയങ്കര പൊട്ടിത്തെറിക്കലും ബഹളം വയ്ക്കലും അങ്ങനത്തെ ഇതൊന്നുമില്ല. കാര്യമായിട്ട് പറഞ്ഞ് പിന്നെ ഇപ്പോൾ ഇത്രയും നാളായി, ഇപ്പോൾ എന്താ പറയുക 18 വർഷം തികയാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്തൊരു രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയിൽ ഇവരുടെ അടുത്ത മെമ്പേഴ്സ് പോലും ഭയങ്കരമായിട്ടുള്ള കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഫാമിലി, അതായത് ഇവരുടെ ഫാദറും മദറും ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ കാലത്ത്, അതായത് 18 വർഷം മുമ്പ് ഇവരെ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ട്, അത് ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളാണ്, തൊട്ടടുത്ത് താമസിക്കുന്നവർ, വളരെ ഇതായിട്ട് പവർഫുള്ളായിട്ടുള്ളത്. ചിലർ പറഞ്ഞത് 15 ദിവസം തയ്ക്കില്ല നോക്കിയെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ പറഞ്ഞു കളെ. പക്ഷെ അതല്ല, ഞാൻ കുറേ വർഷം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്ന് അറിയില്ല. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞ അതും എനിക്ക് വിഷമമായെങ്കിലും ഒന്ന്. അപ്പോൾ അത് പിന്നെ എനിക്കൊരു ഇതായിരുന്നു, ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഭംഗിയായിട്ട് തന്നെ. കാരണം നമ്മുടെ ഉള്ളിൽ ഇതാണല്ലോ കിടക്കുന്നത്, ഏതാ ഫൈറ്റർ എന്ന് പറയുന്ന സാധനമാണ്. അതിനകത്ത് കോംപ്രമൈസ് ഇല്ല, യാതൊരു വിധത്തിലതൊന്നുമില്ല, ഇതൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ദൈവം എൻ്റെ കൂടെ തന്നെ നിന്നു. ആദ്യത്തെ കുട്ടി നഷ്ടപ്പെട്ട ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു, അതൊരു ഷോക്കായിരുന്നു ജീവിതത്തിൽ. പക്ഷെ അത് കഴിഞ്ഞപ്പം ആ കുട്ടി തന്നെ തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നഷ്ടപ്പെട്ടത് തന്നെ എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്തൊരു മോളെയും കൂടെ കിട്ടി. അപ്പോൾ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, എവിടെയൊക്കെയോ നമ്മൾ വിചാരിക്കാത്ത ഒരു വലിയ ഒരു ശക്തി എന്നെ നയിക്കുന്നുണ്ട്. ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ
ഈ കുട്ടിങ്കോലും ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിലേക്ക് വന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതും ഒരു ഫൈറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫാൻസി ഡ്രസ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയും കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളത്, നമ്മളത് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നില്ലേ, ആ തോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പല ഏരിയാസിലും നമ്മൾ എന്താ പറയുക, ചില കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്ന ഒരു സാധനമല്ലേ. എനിക്ക് ആ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, കോംപ്രമൈസ് ഉണ്ടാവരുത്. ആ സിനിമ കാണുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ശാരീരിക പരിമിതിയുള്ള ഒരാൾ ചെയ്തതായിട്ടല്ല, അങ്ങനത്തെ ഒരു തോന്നലേ ഉണ്ടാവരുത്. ഒരു കൃത്യമായ ഒരു സംവിധായകൻ്റെ ഒരു സിനിമയായിരിക്കണം ആ സിനിമ എന്നൊരു തോന്നൽ, ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് വന്നത് സംഭവം വേറെ ഒന്നുമില്ല, ഒരു നടൻ്റെ അടുത്ത് പോയി ഇങ്ങനൊരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാളോട് കഥ പറയാൻ പോയപ്പോൾ പുള്ളി ഒരു ചിരി ചിരിച്ചു. എന്ന് വെച്ചാൽ ഞാനിത് ചെയ്യുമോ, ഡയറക്ഷനോ എന്ന് പറഞ്ഞു. കാരണം 2013 അപ്പോൾ എനിക്കൊരിച്ചിരി ഒരു ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് കൂടി, ചെയ്യണം, ഇത് തിയേറ്ററിൽ കൊണ്ടുവരണം, ഒരു തിയേറ്ററെങ്കിൽ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടേട്ടൻ വിജയരാഘവൻ ചേട്ടൻ ഏതോ ഒരു മാഗസിനിൽ എഴുതി, ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി ഒരു ധാരണയുള്ളൊരു ഡയറക്ടറാണത്. നമ്മൾ എന്താണ് അഭിനയിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു അതൊക്കെ ഒരു വലിയൊരു അദ്ദേഹം പറയും. അപ്പോൾ അല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഒരു അമേരിക്കൻ ഷോയിൽ കുട്ടേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഒരെണ്ണോടെ ചെയ്യണം. അത് നമ്മൾ അത് ഫസ്റ്റ് ആദ്യത്തെ പടം ഇനിയും ചെയ്യണം നീ. പക്ഷെ ആദ്യം ഞാൻ ചെയ്തപ്പോൾ അതിന് വന്നൊരു എഫർട്ട് വലുതായിരുന്നു, ഞാനെടുത്തൊരു എഫർട്ട്. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയവും സ്റ്റേജും ഉദ്ഘാടന പരിപാടികൾ, സ്റ്റേജ് പരിപാടികൾ, അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബിസി ആയിരിക്കും ഫുള്ള്. ഇതെല്ലാം മാറ്റി നമ്മളൊരു 3 മാസം പേപ്പറും പേനയൊക്കെ ആയിട്ടിരിക്കുകയും ഡിസ്കഷൻസ് പോകുന്നത്, ഇതുപോലെ പല പല പ്രോസസ്സിങ്ങിലൂടെ ഒരു സിനിമ വരുന്നത്. ഇപ്പോൾ അത്രയും ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ഉടനെ ചാടി കയറി സിനിമ ചെയ്യാൻ. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ ഫാൻസി ഡ്രസ് ചെയ്യാൻ കാരണം, അതിൻ്റെ സ്പാർക്ക് വേറെ ഒന്നുമില്ല. അത് ഒരു കഥ എൻ്റെ അടുത്ത് വന്നു, ആ ഡയറക്ടർ തന്നെ കുറേ കാലമായിട്ട് എൻ്റെ പുറകെ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് വന്നു. അത് നല്ലൊരു സബ്ജക്റ്റായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് കൺസീവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമ ആയിരുന്നേനെ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആ സിനിമ പ്രൊഡക്ഷൻ നമ്മുടെ പേരിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തത്. ഞാൻ നിന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുക. അദ്ദേഹം അത് സക്സസ്ഫുൾ ആക്കുവാണെങ്കിൽ ഒരു വലിയ കാര്യമായിരിക്കും. അപ്പോൾ അതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യം, ചേട്ടൻ പ്രൊഡ്യൂസറായിട്ട് ചേട്ടൻ മുന്നിൽ നിൽക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാം, എൻ്റെ സാലറി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം, കാരണം ഇങ്ങനെ ഒരു നല്ലൊരു കഥയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ആ സിനിമ ഉണ്ടാകുന്നത്. നല്ലൊരു ഉദ്യമമായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സംവിധാനം ചെയ്തപ്പോൾ നമുക്ക് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു വീടാണെങ്കിൽ നമ്മൾ അതായത് ഡൈനിങ് ഹാൾ വരെയോ അല്ലെങ്കിൽ അടുക്കളപ്പുറം വരെയൊക്കെ ഒരു സംവിധായകന് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അതല്ല, അതും കടന്ന് ഈ പ്ലേറ്റ് കഴുകുന്ന സ്ഥലമോ അലക്ക് കല്ലോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കോഴിക്കൂടോ, മനസ്സിലായോ, അല്ലെങ്കിൽ അതിൻ്റെ ഏതെല്ലാം അതിരുകളുണ്ടോ അവിടെ എല്ലാം പോയി എല്ലാം ക്ലിയർ ചെയ്ത് ഏറ്റവും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള. അതുകൊണ്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ചെറിയ പ്രൊഡ്യൂസറാകട്ടെ വലിയ പ്രൊഡ്യൂസറാകട്ടെ വലിയ ബഹുമാനമാണ് അവരോട്. തീർച്ചയായിട്ടും. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർഹിക്കുന്ന ഒരു പ്രാധാന്യം പ്രൊഡ്യൂസർമാർക്ക് ഇപ്പം മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം അവരുടെ ഒരു എഫർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമ കഴിഞ്ഞു, നടനും പോയി, സംവിധായകനും പോയി, എല്ലാവരും പോയി. ഇതിന് കാശ് മുടക്കിയിട്ട് തിരിച്ച് കിട്ടിയോ, അല്ലെങ്കിൽ ആ കാശ് അയാൾ പിന്നെ ജീവിക്കുന്നുണ്ടോ, അയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഭയങ്കര തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു സാധനം. ഈ ജഡ്ജിങ് പാനലിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു അവിടുത്തെ ഒരു പ്രോഗ്രാം കാണുന്നുണ്ട്, അതൊരു ജോലിയാണ്, പക്ഷെ അതൊരു എൻ്റർടൈൻമെൻറ്റും കൂടെയാണ്. നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് ഒരു പക്ഷേ കാശിനപ്പുറത്തേക്ക് ഒരു ജീവിതത്തിലെ ഏറ്റവും രസമുള്ളൊരു മൊമെൻ്റ് അല്ലേ അവിടെ ഇരിക്കുന്നത്. കുറേ സ്കിറ്റ്, കുറേ രസമുള്ള സാധനങ്ങൾ കാണാൻ പറ്റില്ലേ? നമ്മൾ അവിടെ ഇരുന്നിട്ട് ഈ പെർഫോമൻസ് കാണുന്ന സമയത്ത് കുറേയൊക്കെ നമ്മളെ തന്നെ കാണും. കാരണം നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ വന്നതും നമ്മൾ ചില താരതമ്യപ്പെടുത്തലുകളൊക്കെ മനസ്സിലുണ്ടാക്കും. അതുണ്ടാക്കിയിട്ടായിരിക്കും നമ്മൾ അഭിപ്രായം പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഇരുന്ന് ജഡ്ജ് ചെയ്ത പല ആൾക്കാരും ഇന്ന് നല്ല 1-ാം നമ്പർ നടന്മാരാ മലയാള സിനിമയിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സാജു നവോദയും ഹരീഷ് കണാരനും ഞാൻ കൊണ്ടൊന്ന് നിർമ്മൽ പാലാഴിയൊക്കെ ഇപ്പം നിലം തൊടാതെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അന്നൊക്കെ നമ്മൾ അവർക്ക് കൊടുത്തൊരു പ്രോത്സാഹനം കൊണ്ട് ഇന്നിപ്പോൾ
അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. അതെ അതെ നല്ല ഒരു സൗഹൃദം അങ്ങനെ നിൽപ്പുണ്ട്. അതെ. ഒരു വാക്ക് കൊണ്ട് പോലും അവരെ വേദനിപ്പിച്ചിട്ടില്ല. ഇടയ്ക്ക് അതേപോലെ വിനായക് ശശികുമാറിനെ കൊണ്ടുവന്നു. അതെ, അയാള് വിനായക് എന്താ പറയുന്ന അപ്രതീക്ഷിത കണ്ടെത്തലായിരുന്നു. എനിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ പോലെ ഞാൻ കണ്ടെത്തിയ ഒരു മുത്താണത്. അത്രയും ഒരു റേഞ്ചിലേക്ക് അദ്ദേഹം വരുമെന്ന് ചിന്തിച്ചില്ല. പക്ഷെ 16 വയസ്സുള്ള ഒരു കുട്ടി പയ്യനാ അന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് വരുന്നതും ആ പാട്ട് ചേട്ടാ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പം അത്രയും എന്താ പറയുന്ന ആവേശത്തോടു കൂടി കോൺഫിഡൻസോടു കൂടി വിളിച്ചിട്ട് ഇങ്ങനെ സിനിമ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ഒരു പാട്ടൊന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തു ഇതാണെന്ന് പറഞ്ഞ് ഷാൻ റഹ്മാൻ്റെ നമ്പർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു കൊടുത്താണ്. ഷാൻ പാട്ട് എഴുതി വന്ന് ഇട്ടിട്ട് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു അവൻ സുലൈമാൻ അല്ല, അവൻ ഹനുമാനാണ് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് വിനയൻ്റെ ലോഞ്ച് വരുന്നത്. അടിപൊളി നല്ല പാട്ട് വരുന്നത്. നല്ല പാട്ടുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതെ. ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള മനുഷ്യരെ കുറിച്ചുള്ള കൺസേൺ പൊതുസമൂഹത്തിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടും ഉണ്ടാവാം. നമ്മളുമൊക്കെ വിചാരിക്കാറുണ്ട് ചിലർ സ്റ്റോറി ചെയ്യാൻ പറ്റിയാൽ അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. നാളെ ഒരു കാലഘട്ടത്തിൽ അത്തരം പ്രൊജക്റ്റ് അല്ലെങ്കിൽ അത് സിനിമയായിട്ടോ അത്തരത്തിൽ വരാൻ സാധ്യതയുണ്ടോ? മനസ്സിനകത്ത് അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടോ? എൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പർട്ടിക്കുലർ ആ ഒരു പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അതിനകത്ത് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പം ഞാൻ പറയാം ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് അങ്ങനെ വെച്ചിട്ട് അത് ഒട്ടിച്ച് വെച്ചത് കൊണ്ടൊന്നും ഇതാവുന്നില്ല. മറ്റുള്ളവരെങ്ങനെയാണോ ആ ഒരു ഇതിലേക്ക് ഇവർ വരണം, അതിനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അതിനെന്നാൽ കഴിയാവുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി നിരന്തരമായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അതിന് വേണ്ട എൻ്റെ അടുത്ത് എനിക്ക് അതുപോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും അവർക്ക് അതിന് വേണ്ട കാര്യങ്ങൾ അവർക്ക് പരമാവധി അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിനകത്ത് ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള ഒരാളുടെ ഒരു വർത്തമാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് അതിനെ വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒന്ന് ശ്രദ്ധിക്കും, അത് കഴിഞ്ഞ് ശ്രദ്ധിക്കപ്പെടാതെ പോകും. പലരും പറയുന്ന പോലെ അങ്ങനെ ആയിപ്പോവും, അത്രേ ഉള്ളൂ. അതിൽ കാര്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ടി ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു, ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിന് ഞാനൊരു മറുപടി പറഞ്ഞു. അത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാനല്ല നോക്കേണ്ടത്. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് അവരെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മറ്റുള്ളവർക്കൊപ്പം നിർത്തണം. അല്ലെങ്കിൽ അതൊരു സമൂഹത്തിലൊരു ബാധ്യതയായി മാറില്ലേ? ആ ബാധ്യത കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണ്? ഒരു ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടി അതല്ലല്ലോ. ഇവിടെ ജീവിച്ചു പോയി അപ്പോൾ വേണ്ട സൗകര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ എന്തോരം സൗകര്യങ്ങളാണ് കൊടുക്കുന്നത്, എന്തോരം പ്രിവിലേജാണ്, എന്തെല്ലാം സംഭവങ്ങളാണ് ചെയ്യുന്നത് പരിമിതിയുള്ളവർക്ക് വേണ്ടിയിട്ട്. ഞാൻ അതിൻ്റെ സ്കോളർഷിപ്പ് പോലും അങ്ങനെ മേടിച്ചിട്ടില്ല. അതങ്ങനെ അതിജീവിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഞാനും എനിക്കും അവരോടും പറയാനുള്ളതാണ്, നിങ്ങൾ ശരീരം ഈ പറഞ്ഞ പോലെ തന്നെ കിടക്കുന്നവരായിക്കോട്ടെ, മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അതിനെ നിങ്ങൾക്ക് ആ ഒരു മനോധൈര്യത്തിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇവർ വന്ന് നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നില്ല, നമ്മൾ അവർക്കൊപ്പം പോകണം. അതെ. പക്ഷെ അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടുള്ളൊരവസ്ഥയും അതുപോലെ ഒരുപാട് സംഗതികൾ അവരെ പിന്നോട്ടടിക്കുന്നുണ്ട്. അവർക്കൊക്കെ വരണമെന്നുണ്ട്. അപാരമായ തീയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ അത്ഭുതദ്വീപ് തന്നെ ഹൈറ്റ് കുറഞ്ഞ എത്രയോ ആൾക്കാരാണെന്നറിയോ, അവരാണ് ഫാമിലിയുടെ മെയിൻ ഏണിംഗ് മെമ്പർ. ചെറിയ ചെറിയ കച്ചവടങ്ങൾ, കടല കച്ചവടം തൊട്ട് അങ്ങനെ ചെയ്ത് കുടുംബം പുലർത്തുന്നവരവർ. അവർക്കൊക്കെ ഒരു നല്ല കാര്യങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റിങ്ങോ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ 100% ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. തീർച്ചയായിട്ടും. നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ ഒതുക്കുകയാണ്. പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ പുതിയത് മലയാളത്തിൽ റിലീസാവാൻ പോകുന്നത് കുടുംബസ്ത്രീയും കുഞ്ഞാടും. ബിഗ് ഫാദർ കഴിഞ്ഞതിന് ശേഷം SP മഹേഷ് അതിൻ്റെ ഡയറക്ടർ. കാരണം അത് കഴിഞ്ഞ് പുള്ളി 2-3 പടങ്ങളൊക്കെ ചെയ്തു. ആ പടത്തിൻ്റെ ഡയറക്ടർ അദ്ദേഹമാണ് ആ പടം ചെയ്യുന്നത്. ഡിയാൻ ശ്രീനിവാസനും ഞാനും ജാഫർ അങ്ങനെ ഞങ്ങൾ 3-4 പേര് മെയിൻ റോൾ ചെയ്യുന്നൊരു പടമാണ് അടുത്തത് വരാൻ പോകുന്നത്. ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് പ്രധാന റോളിൽ അഭിനയിക്കുന്ന 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ടിനിയൊക്കെ ഉണ്ട്. ആ പടം ആണ് അടുത്തത് ഷൂട്ടിംഗ് നടക്കുന്നത്. പിന്നെ തമിഴിലൊരു പടം വരാനുണ്ട്, ജീവയായിട്ടൊരു പടം കൂടി, മേധാവി എന്ന് പറഞ്ഞിട്ട് PA വിജയ് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിപ്പം കുറച്ച് നാളായി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതും ഇനി ഉടനെ തന്നെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 3 പടങ്ങളാണ്.
പിന്നെ മജീഷ്യൻ എന്ന് പറയുന്നൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. കീരവാണി സാറാണ് മ്യൂസിക്. അത് മെയിൻ റോൾ മജീഷ്യനായിട്ട് സ്ട്രീറ്റ് മാജിക്കുകാരനായിട്ട് ഒരു പടമാണ് അത് വരാനുള്ളത്. അത് ഷൂട്ടിംഗ് ഉടനെ തുടങ്ങും എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സിനിമാ കാര്യങ്ങൾ. പിന്നെ ചാനലിൽ ഇപ്പോൾ കോമഡി മാസ്റ്റേഴ്സ്, അതിൽ നാദൃഷിക്കയോടൊപ്പം അമൃത ടി വിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല പരിപാടികളൊക്കെ പോട്ടെ. ബിഗ് ഫാദർ ഇടയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമാണ്. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സും ഒരുപാട് കിട്ടട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ, അങ്ങനെ മുന്നോട്ട്. അതും ചലഞ്ചിങ് ആണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കണ്ട് നമുക്ക് വേണ്ടി ഒരു കഥാപാത്രം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഇപ്പോഴുള്ള ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിനിമകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും പുതുമ പോകുന്നു. അപ്പോൾ നമ്മൾ അത്രയും കൂടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ ഇതായിട്ട് കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള കാത്തിരിപ്പിലാണ് ഞാൻ. തീർച്ചയായിട്ടും എന്തായാലും നല്ല ചോദ്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ, പറയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു. ഈ ഫയർ ഉണ്ടല്ലോ, അത് ഇടയ്ക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു മുഖത്ത് ഞാൻ. അതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മളെ ഇരുത്തിയതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരിലും ഉണ്ട് ഫയർ, എല്ലാവരിലും ഉണ്ട്, ആരിലും ഫയർ ഇല്ലാതില്ല. പക്ഷെ ആ ഫയർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ആ ഫയർ എവിടെ എടുക്കണം, ഏത് അവസ്ഥയിലായിരിക്കണം നമ്മളെന്നുള്ളത്. അതിപ്പോൾ ചെറിയ കാര്യം ചെയ്യുന്നവരാണ്, എല്ലാവരിലും ഉണ്ടല്ലോ, അതുണ്ടാവും ഉറപ്പായിട്ടും. ഈ കാണുന്നവരും അങ്ങനെ തന്നെ എടുക്കുക. ആ ഫയറാണ് നമ്മുടെ പിന്നിലെല്ലാം, ആ സാധനം അങ്ങനെ തന്നെ പോവുക. ഒന്നിനെ കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല. വരുന്നത് വരട്ടെ, നമ്മൾ അതിനെ അതിജീവിക്കുന്നു. തീർച്ചയായും. അത്രേ ഉള്ളൂ. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദി. ഒരുപാട് സന്തോഷം. താങ്ക് യു. നല്ല ചോദ്യങ്ങൾക്ക് താങ്ക് യു.